എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീനെ കൂട്ടി എന്തിനാണ് വൈജയന്തി വിളിക്കാൻ വന്നത് എന്ന് ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ അലീന ചേച്ചിയാണ്. അലീന ചേച്ചിക്കാണ് അമ്മ അങ്ങോട്ട് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അമ്മ അവിടെ കാണണം എന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കാൻ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു അലീന ചേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. പിന്നെ എനിക്ക് അവളെ നന്നായിട്ട് അറിയാമല്ലോ, ചിരിച്ചുകൊണ്ട് കഴുത്ത് ഇറക്കുന്ന സാധനമാണ് അവൾ എന്ന് പറയുമ്പം മനു ചോദിക്കും, എത്ര പേരുടെ കഴുത്ത് അലീന ചിരിച്ചുകൊണ്ട് അറുത്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ എന്ന് പറയും. അന്നേരം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ അവളുടെ പക്ഷമല്ലേ, അവളും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്, നിൻ്റെ അടുത്താണല്ലോ അവൾക്ക് കൂടുതൽ ഒലിപ്പീര് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ആൻറ്റി സംസാരിക്കരുത്, ആൻറ്റിയുടെ ഡിഗ്നിറ്റിക്ക് ചേരുന്നതല്ല ഈ രീതിയിലുള്ള സംസാരം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇത്രയൊക്കെ ഡിഗ്നിറ്റി ഉള്ളൂ, ഞാൻ താന്ന് ഭൂമിയോളം താന്ന് നിൽക്കുവാണ്, ഇനിയും താണെങ്കിൽ ഭൂമി ഒഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരവും കൃഷ്ണയും ബബിതയും ഒക്കെ പറയുന്നുണ്ട്, അമ്മയെ നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഇല്ല, വൈജയന്തി സമ്മതിക്കത്തില്ല. വൈജയന്തി പറയുന്നു, ഞാൻ ഏതായാലും വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ ഇവിടെ നിന്ന് സമയം കളയേണ്ട കാര്യമില്ല, അതാ അവളെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക എല്ലാവരും എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റിയോട് തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല, സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഏതായാലും ഇവിടെ വന്നിരിക്കുക, അച്ഛനും അമ്മയും വരട്ടെ എന്നിട്ടൊരു തീരുമാനമാക്കും എന്ന് പറഞ്ഞിട്ട് മനു അവരെല്ലാവരും കൊണ്ട് TV വെച്ചേക്കുന്ന ഹാളിൽ പോയിരുന്ന് സംസാരിക്കുവാണ്. ഈ സമയം അലീന മുത്തശ്ശിയുടെ റൂമിൽ കയറിയിട്ട് മുത്തശ്ശിയെ ശല്യം ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. മുത്തശ്ശി ഉറങ്ങുക കേട്ടോ. ഇടയ്ക്കൊന്ന് ചുമച്ചൊക്കെ കഴിയുമ്പം മുത്തശ്ശി കണ്ണ് തുറക്കും. എന്നിട്ട് അലീന നിൽക്കുന്ന പോലെ തോന്നുന്നു, കണ്ണൊക്കെ ഒന്ന് തിരുമിയിട്ട് നോക്കുക. എന്നിട്ട് ഇത് അലീനയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതേക്കും അലീന അടുത്തോട്ട് ചെന്നിട്ട് മുത്തശ്ശിയെ എഴുന്നേപ്പിച്ചിങ്ങനെ കട്ടിലെ ചാരി ഇരുത്തും. എന്നിട്ട് എൻ്റെ വിശ്വാസം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ, നിന്നെ എനിക്കൊന്നുകൂടെ കാണാൻ സാധിച്ചല്ലോ എന്ന് പറയുക. അന്നേരം അലീന ചോദിക്കുക, അതെന്താ ഇനി ഒരിക്കലും കാണില്ല എന്നാണോ മുത്തശ്ശി കരുതിയിരുന്നത് എന്ന് ചോദിക്കുമ്പം, അതൊന്നുമല്ല, ഏതായാലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്. അന്നേരം എന്തിനാ മുത്തശ്ശി കരയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെ സഹിച്ചു മോളെ, ഇപ്പോഴും എന്തൊക്കെയാണ് സഹിക്കുന്നത്, ഇനി എന്തൊക്കെ സഹിക്കാൻ കിടക്കുന്നു, ഇതെല്ലാം കാണാൻ വേണ്ടി മാത്രം ഈശ്വരൻ ഇട്ടേക്കുവാ എന്നെ എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുന്നത്, അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. നേരം മുത്തശ്ശി വയ്ക്കും, എന്തിനാ ഇങ്ങോട്ട് വന്നത്, വൈജയന്തി കൂട്ടിക്കൊണ്ട് പോകാനാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോടാ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാലോ, വന്നിട്ട് എന്താ പറഞ്ഞത്, വൈജിയെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കണ്ടു സംസാരിച്ചു, അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ്. അന്നേരം മുത്തശ്ശി വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, സുഖമാണ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, അതേ ഒരു കാര്യം കൂടി പറയട്ടെ, ബബിതയും അതുപോലെ രോഹിത്തും ഒക്കെ ഇപ്പോൾ എൻ്റെ സൈഡാണ്, അവരൊക്കെ ഞാൻ പിടിച്ചെടുത്തു എന്ന് പറയുമ്പം, എനിക്കറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, അതിനാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയും. അന്നേരം അതിൻ്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെയാ വൈജ നിൻ്റെ ഭാഗത്തായോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, മാഡത്തെ മാത്രം പിടിച്ചാൽ കിട്ടുന്നില്ല, മാഡം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയും തരുന്നില്ല എന്ന് പറയുമ്പം, മാഡം എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം എന്താ മുത്തശ്ശിയുടെ കണ്ണ് പിന്നെയും നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ, എന്തോ കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല മോളെ എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല, എന്തോ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്, അത് വെച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നിനക്കറിയാലോ, ആ സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. അന്നേരം അലീന, അതെന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ നല്ല സ്നേഹത്തിലല്ലേ അവിടെ കഴിഞ്ഞിരുന്നത്, ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെയൊന്നും അല്ലായിരുന്നല്ലോ മുത്തശ്ശി എന്നോട് പെരുമാറിയിരുന്നത്, ഞാനും അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയും. അന്നേരം നീ അങ്ങനെ അല്ലായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ എടുത്തു പറയുവാണേ. അന്നേരം ഞാൻ അന്നും അങ്ങനെയല്ലായിരുന്നു, ഇനിയും അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് അലീനെ കാണുമ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇങ്ങനെ വിങ്ങി കരയും ഇടയ്ക്കിടയ്ക്ക്. അന്നേരം മുത്തശ്ശി വിഷമിക്കണ്ട, എന്തിനാ സങ്കടപ്പെടുന്നത്, എനിക്ക് സുഖമാണ് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഏതായാലും ആ കയ്യെ മുറുക്കി പിടിച്ചാണ് ഓരോന്നും പറയുന്നത്, സങ്കടത്തോടെ കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി 3 മക്കളെയും കൂടെ അടുത്തോട്ട് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുവാണ്. അവരോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അതും അവളെ കൂട്ടി എന്തിനിങ്ങോട്ട് വന്നു എന്ന് ചോദിക്കും. അന്നേരം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീട്ടിലെ ഗൃഹനാഥ അമ്മയല്ലേ അവിടെ കാണേണ്ടത് എന്ന് ചോദിക്കുമ്പം, അതിന് ഞാൻ ഇങ്ങോട്ട് പോരുന്ന കാര്യം ഇവളോട് പറഞ്ഞിട്ടല്ലേ പോകുന്നത്, പറയാതെയൊന്നുമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്, ഒരു വീട്ടിലെ വേലക്കാരിയാണെങ്കിൽ ശരിയാ, നാളെ തൊട്ട് ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാൽ മതി,
പക്ഷേ അമ്മ അങ്ങനെയാണോ? അമ്മ ആ വീട്ടിലെ ഗൃഹനാഥയല്ലേ? അമ്മയ്ക്ക് 3 മക്കളില്ലേ? അമ്മയ്ക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? എന്നൊക്കെ ചോദിക്കുമ്പം ഗൃഹനാഥ ഞാനോ? എടാ അവിടെ തൂത്തുവാരിയിടുന്ന ചവറ്റുകൊട്ടയുടെ വില നീയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടോ? അവിടെ ഗൃഹനാഥയെ പോലും അവിടെ ഭരിക്കുന്നത് അവളല്ലേ എന്ന് ചോദിക്കും. അന്നേരം അമ്മയ്ക്ക് എന്താ പ്രശ്നം അവിടെ എന്ന് ചോദിക്കുമ്പം എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അലീന ആ ജന്തു തന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയും. അന്നേരം അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവർ ചോദിക്കുകയെ. അന്നേരം അവൾ എന്താ ചെയ്യാത്തത്? അവൾ ആ കുടുംബം നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും അതുമാത്രമല്ല നിങ്ങളെല്ലാം ഇപ്പോൾ അവളുടെ സൈഡാണല്ലോ, എൻ്റെ മുന്നിൽ നടക്കുന്ന അഭിനയം ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞങ്ങൾ അലീന ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് അലീന ചേച്ചി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു തെറ്റ് അലീന ചേച്ചിയുടെ അമ്മ എടുത്തു പറ, ഞങ്ങൾ എതിർക്കാം എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവൾ തെറ്റേ ചെയ്തിട്ടുള്ളൂ, അവൾ ആ കുടുംബം നശിപ്പിച്ചു, എൻ്റെ ഭർത്താവിനെ ആദ്യം മയക്കെടുത്തു, അത് കഴിഞ്ഞ് എൻ്റെ മക്കളെ മയക്കെടുത്തു, എൻ്റെ കുടുംബം എൻ്റെ വീട് അവൾ എന്നിൽ നിന്ന് പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അലീന ചേച്ചി ചെയ്ത ഒരു തെറ്റ് അമ്മ സ്പെസിഫിക് ആയിട്ട് പറ എന്ന് രോഹിത് പറയും. അന്നേരം വൈജയന്തി പറയുവാണ് അങ്ങനെ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുള്ളൂ അല്ലേ, ആ കുടുംബത്തിലേക്ക് അവൾ വന്നത് ആരായിട്ടാണ്, ഒരു വേലക്കാരി ആയിട്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം അതെ എന്ന് പറയുമ്പം അങ്ങനെ വേലക്കാരിയായിട്ട് അവൾ ആ വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ആ വീട്ടിൽ വേണ്ട എന്ന ആ വീടിൻ്റെ ഗൃഹനാഥയായി ഞാൻ പറഞ്ഞാൽ ആ നിമിഷം അവൾ അവിടുന്ന് ഇറങ്ങണം, അല്ലാതെ ആ വീട്ടിലെ ഗൃഹനാഥനെ കൂട്ടുപിടിച്ച് അവിടെ തന്നെ നിൽക്കുവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ബബിത ചോദിക്കും അതെന്താ അമ്മ അങ്ങനെ സംസാരിക്കുന്നത്, അലീന ചേച്ചി വെറും വേലക്കാരി മാത്രമല്ലല്ലോ, അച്ഛൻ്റെ മകൾ കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അയാൾക്ക് നാണമുണ്ടോ കണ്ടവളുമാരുടെ കൂടെ പോയി ഉണ്ടായ ഒരു കുഞ്ഞിനെ സ്വന്തം മകളാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്താൻ. അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും അത് വേദന ഉണ്ടാക്കും, അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും അയാൾക്കില്ലായിരുന്നോ, ഇതൊക്കെ ഞാൻ അനുവദിച്ചു തരണം എന്നാണോ പറയുന്നത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട് അമ്മേ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അത് കല്യാണത്തിന് മുമ്പല്ലായിരുന്നോ, അതിലൊരു കുട്ടിയുണ്ട് എന്ന് പോലും അച്ഛൻ അറിയത്തില്ലായിരുന്നു, പിന്നെ ആ കുട്ടി അനാഥാലയത്തിലുണ്ട് എന്ന് പിന്നീട് അറിയുമ്പം അച്ഛൻ്റെ മനസ്സൊന്ന് വേദനിച്ചു, അച്ഛൻ ആ പെൺകുട്ടിയും കൊണ്ട് വീട്ടിലോട്ട് വന്നു, അതൊരു ചീത്ത പെൺകുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എതിർക്കായിരുന്നു, പക്ഷേ അലീന ചേച്ചി അങ്ങനെയാണോ, അലീന ചേച്ചി നല്ല കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് അവൾ നല്ല കാര്യം ചെയ്തു, ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, അവൾ ഈ കാണിക്കുന്ന അഭിനയമൊന്നും നിനക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് പറയുമ്പം ബബിത പിന്നെ എതിർക്കുവേ. അന്നേരം നീ കൂടുതൽ സംസാരിക്കരുത്, എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം വരെ എൻ്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് നീ ഇപ്പം മറുകണ്ഠം ചാടിയില്ലേ എന്ന് ചോദിച്ച് വീണ്ടും ബബിതയെ കുറ്റപ്പെടുത്തുവാണ്. അന്നേരം രോഹിത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് പറയുന്നുണ്ട് അമ്മ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, അമ്മ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബം നേരെ പോകും, നമുക്ക് വീട്ടിലോട്ട് പോകാം, എന്നിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴും വൈജയന്തി സമ്മതിക്കുന്നില്ല. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മ ആ അലീന ചേച്ചീനെ സ്വന്തം മോളായിട്ട് അങ്ങ് കരുതുക, അന്നേരം പ്രശ്നം തീരില്ലെന്ന് ചോദിക്കുന്നതെങ്കിലും അവളെ ഞാൻ സ്വന്തം മകളായിട്ട് കാണാനോ അതൊന്നും ഈ ജന്മം നടക്കില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ച് മണ്ണോടാകണം എന്നൊക്കെ പറയുവാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്കിനി കൂടുതൽ സംസാരിക്കാനില്ല എന്ന് കൃഷ്ണമോള് പറയുന്നു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എല്ലാണും കൂടി ഇവിടെ നിൽക്കാം എന്ന് കരുതണ്ട, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കമലയെടുത്ത് എന്തെങ്കിലും മുഖം കറുപ്പിച്ച് പറയും, അത് കേട്ടുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും, അതുകൊണ്ട് അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന മക്കൾ 3 അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു. ഈ സമയമാണ് പുറത്തു പോയിരുന്ന കമലയും ശിവനോട് വരുന്നത്. അന്നേരം പുറത്ത് ആ വണ്ടി കിടക്കുന്നത് കാണുമ്പം ശിവൻ ഇത് ബാലേന്ദ്രൻ്റെ ജ്വല്ലറിയിലെ വണ്ടിയാണല്ലോ എന്ന് പറയും. ബാലേന്ദ്രൻ വന്ന് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ വന്നാൽ മതിയായിരുന്നു, അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു, 2 തല്ല് കൊടുത്താലും വേണ്ടില്ല, അതിൻ്റെ അകത്തൊന്നും കയറി ഇടപെട്ടേക്കരുത് കേട്ടോ എന്ന് ശിവനോട് പറയുമ്പം നീ തന്നെയല്ലേ അവൾ സപ്പോർട്ട് ചെയ്തത്, ബാലേന്ദ്രനെ അനുസരിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഇനിയും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ അതൊന്നും ഇവിടെ നിന്നുകൊണ്ട് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. ഏതായാലും ഈ സമയം അകത്ത് ഇരുന്ന് ബോറടിക്കുവായതുകൊണ്ട് ക്യാരംസിൻ്റെ കോയിൻ മേടിച്ചുകൊണ്ട് വരാമോ നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ബബിത. അന്നേരമാണ് ശിവനും കമലയുടെ അകത്തോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം അവർ എല്ലാവരോടും എഴുന്നേറ്റ് അവരുടെ ശിവൻ്റെയും കമലയുടെയും അടുത്തോട്ട് വരും. അന്നേരം ശിവൻ ചോദിക്കും ഇതന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് എന്താ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ അമ്മയെ അന്വേഷിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറയും. അന്നേരം അതെന്തിനാ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നത്, ഒന്നുകിൽ ഒരാൾ വരണം അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം അതെന്താ ഞങ്ങൾ വന്നത് അങ്കിളിനെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, ഇങ്ങനെ എല്ലാവരോടും അന്വേഷിച്ച് പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് അമ്മ ഇറങ്ങി പോന്നപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല,
ഞാൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ടാണ് പോരുന്നത് എന്ന് പറഞ്ഞത്. ഇങ്ങെത്തിയോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയും. അന്നേരം എന്നിട്ട് അവളെ കണ്ടോ, അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുവാണ്. അന്നേരം കമല, അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങളുടെ അമ്മ നിൽക്കേണ്ടത് ആ വീട്ടിലല്ലേ, നിങ്ങൾക്ക് ബലമായിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകണം, അതല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ആൻറ്റിക്കൊന്ന് പറയാവോ എന്ന് രോഹിത്ത് ചോദിക്കും. അന്നേരം അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്, അവളോട് ഇവിടെ നിൽക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റും, ഇത് തറവാടായി പോയില്ലേ എന്ന് കമല പറയും. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ അലീന നിൽക്കുന്ന കാണുന്നത്. അന്നേരം അവൾ എന്തിനു കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കും. അന്നേരം രോഹിത്ത് പറയും, അയ്യോ ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് ചേച്ചീനെ ഞങ്ങളുടെ കൂടെ. കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ, എല്ലാവരെയും കൂടി നോക്കാൻ ആൻറ്റിക്ക് പറ്റിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയെ കൂടെ കൊണ്ടുവന്നതാണ് എന്ന് പറയും. എന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്, അമ്മ വരുമ്പോഴേ പോവുള്ളൂ എന്ന്. അത് കേൾക്കുന്നത് അങ്ങ് ഭയങ്കര സങ്കടമാവുകയെ കമലയ്ക്ക്. വൈജയന്തി തന്നെ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ മക്കളെല്ലാം കൂടെ നിൽക്കുവാണ് എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. എന്നിട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അന്നേരം അത് മനസ്സിലാക്കുന്ന അലീന പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പോകണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഒരു ഓട്ടോ വിളിച്ച് തന്നാൽ മതി, ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന്. പക്ഷേ ശിവൻ സമ്മതിക്കുന്നില്ല. ശിവൻ പറയും, എന്തിനു പോകുന്നു, ഇവിടെ നിൽക്കുന്നേ, എല്ലാവരെയും കൂടി മേയ്ക്കാൻ ഇവൾക്ക് പറ്റത്തില്ല, അലീന ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യമാണ്, അലീന ഇവിടെ നിന്നോ എന്ന് പറയും. അന്നേരം അലീന പറയും, അതെ വന്നതിന് ശേഷം ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ല, ആൻറ്റിയോട് ചോദിക്കാതെ എങ്ങനെ അടുക്കളയിൽ കയറുന്നത്, അത് ശരിയല്ലല്ലോ എന്ന് കരുതി അടുക്കളയിൽ കയറിയില്ല എന്ന് പറയും. അന്നേരം അതിനെന്താ പ്രശ്നം, പോയി കയറിക്കോ, അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും. അന്നേരം ഇതൊന്നും ഇഷ്ടപ്പെടാതെ തുള്ളിച്ചാടി കമല റൂമിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അലീന ചോദിക്കും, എങ്ങനെയാങ്ങളെ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പൊയ്ക്കോട്ടെ എന്ന്. അന്നേരം പൊയ്ക്കോന്നേ, അടുക്കളയിൽ പോയി എന്തെങ്കിലും നല്ല രീതിയിൽ എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാക്കുക, ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കണം കേട്ടോ എല്ലാവർക്കും, അത് കഴിഞ്ഞ് മതി അടുത്ത കാര്യങ്ങൾ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അത് നോക്കി നിൽക്കും കേട്ടോ മനു. അന്നേരം ബബിത, മനുവേട്ടാ പോയി കോഴി മേടിച്ചുകൊണ്ട് വാ എന്ന് പറയാം. അന്നേരം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അലീന അങ്ങ് കയറി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഏതായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വൈജയന്തിയോട് കമല പോയി പറഞ്ഞ് കാണുമായിരിക്കും മക്കളെല്ലാവരോടും ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നു. അന്നേരം ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി, എന്തിയാ പിശാജ് എന്ന്. അന്നേരം കൃഷ്ണമോള് പറയും, പിശാജ് എന്ത് ചെയ്യുന്ന എനിക്കറിയത്തില്ല, അലീന ചേച്ചി ആണെങ്കിൽ അപ്പുറത്തുണ്ട്, വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അവളുടെ മുഖമേ കാണണ്ട എന്ന് പറയുന്നു. പിന്നെ കമല ശിവനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കമല പറയുവാണ്, ഞാൻ അവളോട് നേരിട്ട് പോയി സംസാരിക്കും, ഈ വീട്ടിലോട്ട് വലതുകാലം വെച്ച് കയറാൻ അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അവളുടെ ഇടത്തെ കാല് ഞാൻ വെട്ടും എന്ന് പറയുവാണ് ശിവനോട്. എന്നിട്ട് ശിവൻ ചോദിക്കും, നീ ആരാടി, നീ വലിയ ഗുണ്ടയാണോ, അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ശിവൻ മനുവിനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല, പിന്നെ എൻ്റെ അലീനയുടെയും കാര്യം അത് നടക്കുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെ അറിയിച്ചിരിക്കും, അച്ഛൻ ടെൻഷൻ ആകണ്ട എന്ന് പറയും. പിന്നീട് ശിവൻ രാജീവിനെ വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം എല്ലാ വിവരങ്ങളും എല്ലാവരെയും അറിയിക്കും എന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി രാജീവിനോട് പറയുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ കട്ടക്കലിപ്പിൽ നിൽക്കുന്നു. അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വൈജയന്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ അവളെ പാഠം പഠിപ്പിക്കും, എല്ലാം വിളിച്ചു പറയുമെന്ന് ബാലേന്ദ്രനും പറഞ്ഞു കാണുമായിരിക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.